ട്രാൻസ്മിഷൻ മീഡിയ. ട്രാൻസ്മിഷൻ മീഡിയം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ ആ കമ്മ്യൂണിക്കേഷനിലുള്ള മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു മീഡിയം, അതാണെന്ത്? ട്രാൻസ്മിഷൻ മീഡിയം എന്ന് പറയുന്നത്. ആ ഒരു പാത്ത്, നമ്മുടെ മെസ്സേജ് ഏത് പാത്തിലൂടെയാണ് പാസ് ചെയ്യുന്നത്, ആ പാത്തിന് പറയുന്ന പേരാണെന്ത്? ട്രാൻസ്മിഷൻ മീഡിയം എന്ന് പറയുന്നത്. ട്രാൻസ്മിഷൻ മീഡിയത്തിനെ നമുക്കെന്ത് പറയാം? നമ്മുടെ ഇൻഫോർമേഷൻ കാരിയറാണെന്ന് പറയാം. അതായത് സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്കുള്ള ഇൻഫോർമേഷൻ കാരിയറാണ് ട്രാൻസ്മിഷൻ മീഡിയം എന്ന് പറയാം. ട്രാൻസ്മിഷൻ മീഡിയം സാധാരണയായിട്ട് ഫ്രീ സ്പേസ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും മെറ്റാലിക് കേബിളോ ഫൈബർ ഓപ്റ്റിക് കേബിളോ ഒക്കെ ആവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്, മെസ്സേജ് എന്ന് പറയുന്നത് എന്തായിരിക്കാം? ഒരു സിഗ്നൽ ആയിരിക്കാം. അത് എങ്ങനെയാണ് സിഗ്നൽ ആവുന്നത്? കൺവേർഷൻ നടത്തിയിട്ടാണ്, അല്ലേ? അതിപ്പോൾ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, ഒരു ടെലിഫോൺ കേബിളിലൂടെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ വോയിസിനെ സിഗ്നലായിട്ട് മാറ്റിയിട്ടാണ് ട്രാൻസ്മിഷൻ മീഡിയത്തിലൂടെ പാസ് ചെയ്യുന്നത്, അല്ലേ? എന്നിട്ട് മറ്റൊരു ഫോമിലേക്ക് മാറ്റി റിസീവറിലേക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്മിഷൻ മീഡിയം എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ ക്യാരി ചെയ്യാനാണ്, സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് ഇൻഫോർമേഷൻ ക്യാരി ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ട്രാൻസ്മിഷൻ മീഡിയം എന്ന് പറയുന്നത്. ട്രാൻസ്മിഷൻ മീഡിയത്തിനെ രണ്ട് രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് ഗൈഡഡ് മീഡിയ, മറ്റേത് അൺഗൈഡഡ് മീഡിയ. ഗൈഡഡ് മീഡിയത്തിൽ വരുന്നതാണ് ട്വിസ്റ്റഡ് പെയർ കേബിൾ, കോയാക്സിയൽ കേബിൾ, ഫൈബർ ഓപ്റ്റിക് കേബിളൊക്കെ. അതുപോലെ അൺഗൈഡഡ് മീഡിയത്തിൽ വരുന്നതാണ് ഫ്രീ സ്പേസ്, അതായത് വയർലെസ് ആയിട്ട്. ഗൈഡഡ് മീഡിയ എന്ന് പറഞ്ഞാൽ വയേർഡ് ആയിട്ടുള്ളതാണ്. അതിലാണ് ട്വിസ്റ്റഡ് പെയർ കേബിളും കോയാക്സിയൽ കേബിളും ഫൈബർ ഓപ്റ്റിക് കേബിളൊക്കെ വരുന്നത്. അൺഗൈഡഡ് മീഡിയ എന്ന് പറയുമ്പോൾ ഫ്രീ സ്പേസ് ആണ്, അതായത് ഓൺ എയർ ആണ്. അതിൽ ഏതൊക്കെ വരാം? റേഡിയോ വേവോ, മൈക്രോവേവോ, ഇൻഫ്രാറെഡോ, അതൊക്കെ വരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാൻസ്മിഷൻ മീഡിയത്തിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. ട്രാൻസ്മിഷൻ മീഡിയ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുക: ഗൈഡഡ് മീഡിയ ആൻഡ് അൺഗൈഡഡ് മീഡിയ. ഗൈഡഡ് മീഡിയ എന്ന് പറഞ്ഞാൽ വയേർഡ് ആണ്, അൺഗൈഡഡ് മീഡിയ എന്ന് പറഞ്ഞാൽ വയർലെസ് ആണ്. ഗൈഡഡ് മീഡിയത്തിൽ വരുന്നതാണ് ട്വിസ്റ്റഡ് പെയർ കേബിൾ, കോയാക്സിയൽ കേബിൾ, ഫൈബർ ഓപ്റ്റിക് കേബിൾ. അൺഗൈഡഡിൽ വരുന്നതാണ് ഫ്രീ സ്പേസ്. ഫ്രീ സ്പേസിൽ ഏതൊക്കെ വരാം? റേഡിയോ വേവ്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ് വേവ്സ് ഒക്കെ വരാം. അതുപോലെ നെക്സ്റ്റ്, അതായത് നമ്മൾ ട്രാൻസ്മിഷൻ മീഡിയത്തിൻ്റെ കാറ്റഗറൈസേഷൻ പറഞ്ഞു, ഗൈഡഡ് മീഡിയയും അൺഗൈഡഡ് മീഡിയം. അല്ല, ആദ്യം ഗൈഡഡ് മീഡിയ എന്താണെന്ന് നോക്കാം. ഗൈഡഡ് മീഡിയത്തിൽ ഏതൊക്കെയാണ് വരുന്നത്? ട്വിസ്റ്റഡ് പെയർ, കോയാക്സിയൽ കേബിൾ, ഫൈബർ ഓപ്റ്റിക് കേബിൾ, അല്ലേ? അതിൽ ട്വിസ്റ്റഡ് പെയറും കോയാക്സിയൽ കേബിളും മെറ്റാലിക് കണ്ടക്ടേഴ്സാണ് യൂസ് ചെയ്യുക. അതായത് കോപ്പർ പോലെയുള്ള മെറ്റാലിക് കണ്ടക്ടേഴ്സാണ് യൂസ് ചെയ്യുക. അതെന്ത് ചെയ്യും? നമ്മുടെ സിഗ്നൽ ഏതാണോ അതിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് ഇലക്ട്രിക് കറൻറ്റിൻ്റെ രൂപത്തിലാക്കിയിട്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്യുക. അതായത് ഇൻഫർമേഷൻ ആക്സെപ്റ്റ് ചെയ്തു, സിഗ്നലിനെ ഇലക്ട്രിക് കറൻറ്റിൻ്റെ ഫോമിലാക്കിയിട്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്യുക. എന്നാൽ ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ലൈറ്റിൻ്റെ ഫോമിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യുക. സിഗ്നൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ലൈറ്റിൻ്റെ ഫോമിലാണ് ഒപ്റ്റിക്കൽ ഫൈബറിൽ. കോയാക്സിയലോ ട്വിസ്റ്റഡോ ആണെങ്കിൽ എങ്ങനെയാണ്? ഇലക്ട്രിക് കറണ്ടായിട്ടുമാണ് ട്രാൻസ്പോർട്ട് ചെയ്യുക. ഈ നെക്സ്റ്റ് ട്വിസ്റ്റഡ് പെയർ കേബിൾ. ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്ന് പറഞ്ഞാൽ അതിൽ പേര് തന്നെയുണ്ട്, ട്വിസ്റ്റഡ് പെയറാണ്. അതായത് ട്വിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അല്ലേ? പെയർ എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം ഉണ്ടായിരിക്കുകയും ചെയ്യും. അപ്പോൾ രണ്ട് കണ്ടക്ടേഴ്സിനെ ട്വിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ട്വിസ്റ്റഡ് പെയർ കേബിളിൽ ചെയ്തിരിക്കുന്നത്, ആ ഫിഗറിൽ കാണുന്നത് പോലെ. അതിലും കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അത് കോപ്പർ ആവാനാണ്, നോർമലി കോപ്പറാണ് യൂസ് ചെയ്യാറ്. അതിൽ എല്ലാറ്റിനും, അതായത് രണ്ട് കണ്ടക്ടേഴ്സിനും എന്തുണ്ടായിരിക്കും? ഒരു പ്ലാസ്റ്റിക് ഇൻസുലേഷൻ ഉണ്ടായിരിക്കും, ഒരു കവറിങ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കോട്ടിങ് ഉണ്ടായിരിക്കും. അതെന്ത് ചെയ്തിരിക്കുകയാണ്? ട്വിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, കണ്ടക്ടർ അപ്പോൾ ഇൻസുലേഷൻ്റെ ഉള്ളിലായിരിക്കും കണ്ടക്ടർ ഉണ്ടാവുക. അപ്പോൾ അതാണ് അതിൻ്റെ ഫിഗർ, ട്വിസ്റ്റഡ് പെയർ കേബിൾ. ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റാണ് ട്വിസ്റ്റഡ് പെയർ കേബിളിന് ഉണ്ടാവുക. അതിൽ ഒരു വയർ സിഗ്നൽ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അതായത് റിസീവറിലേക്ക് സിഗ്നൽ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ട്വിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പെയറിൽ ഒരു വയർ യൂസ് ചെയ്യുക. അതുപോലെ മറ്റേത് യൂസ് ചെയ്യുന്നത് ഗ്രൗണ്ട് റെഫറൻസ് ആയിട്ടുമാണ് യൂസ് ചെയ്യുക. അപ്പോൾ റിസീവർ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഡിഫറൻസ് ആണ് എടുക്കുക. അതായത് ഒരു വയറിലൂടെ പാസ് ചെയ്ത സിഗ്നലിൻ്റെയും മറ്റേ വയറിലൂടെ പാസ് ചെയ്ത ഗ്രൗണ്ട് റെഫറൻസിൻ്റെയും കൂടെ ഡിഫറൻസ് ആണ് റിസീവർ എടുക്കുക. ഓക്കെ, ഇനി സെൻറ്റർ സെൻഡ് ചെയ്ത സിഗ്നൽ കൂടാതെ ഇൻ്റർഫറൻസും കൂടെ വരാൻ സാധ്യതയുണ്ട്, അല്ല? ഇൻ്റർഫറൻസ്, അതായത് നോയ്സ്, ക്രോസ് ടോക്ക് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഈ രണ്ട് വയേഴ്സിനെയും അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നോയ്സും ക്രോസ് ടാക്കും ഒക്കെ. അപ്പോൾ അങ്ങനെ നോയ്സൊക്കെ വന്നു കഴിഞ്ഞാൽ അതെന്താവും?
യൂസർ സോഴ്സിൽ നിന്ന് സെൻഡ് ചെയ്ത അല്ലെങ്കിൽ സെൻഡർ സെൻഡ് ചെയ്ത സിഗ്നലിൻ്റെ കൂടെ ഒരു അൺവാണ്ടഡ് സിഗ്നലും കൂടെ റിസീവറിലേക്ക് എത്തും അല്ലേ. നോയ്സ് കയറി കഴിഞ്ഞാൽ ഒരു അൺവാണ്ടഡ് സിഗ്നലായി മാറും, എക്സ്ട്രാ കയറി വരും, ഒരു അൺവാണ്ടഡ് സിഗ്നലും കൂടെ വരും. നമ്മൾ സെൻഡർ സെൻഡ് ചെയ്ത സിഗ്നൽ കൂടാതെ ഒരു അൺവാണ്ടഡ് സിഗ്നലും കൂടെ വരും, നോയ്സും കൂടെ ഇൻ്റർഫിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ ആ രണ്ട് വയേഴ്സും പാരലായിട്ട് വെക്കുകയാണെങ്കിൽ, അത് ട്വിസ്റ്റ് ചെയ്ത് വെക്കാതെ പാരലായിട്ട് വെക്കുകയാണെങ്കിൽ ഈ അൺവാണ്ടഡ് സിഗ്നൽസിൻ്റെ എഫക്റ്റ് കുറച്ചൊന്ന് കുറയും. കാരണം രണ്ട് വയേഴ്സിനും ഒരേപോലെ ആയിരിക്കില്ല വരിക. ചിലപ്പോൾ സോഴ്സിൽ നിന്ന് ഒന്ന് സോഴ്സിനോട് അടുത്ത്, അതായത് നോയ്സൊക്കെ വന്ന സോഴ്സിൽ നിന്ന് ഒന്ന് അടുത്തായിരിക്കും, ഒന്ന് ആ സോഴ്സിൽ നിന്ന് കുറച്ച് വിട്ടിട്ടുമായിരിക്കും. അങ്ങനെയെങ്കിൽ അൺവാണ്ടഡ് സിഗ്നൽസിൻ്റെ ഒരു എഫക്റ്റ് കുറവായിരിക്കും. അതുപോലെ തന്നെ ഡിഫറൻസ് എടുക്കുമ്പോൾ റിസീവർ ഇതിൻ്റെ രണ്ട് സിഗ്നൽസിൻ്റെയും ഡിഫറൻസ് എടുക്കുമ്പോൾ റിസൾട്ട് എന്ന് പറയുമ്പോൾ അതിലൊരു ചെറിയ ഡിഫറൻസ് കാണും അല്ലേ, രണ്ടിൽ നിന്നും ഒരു ഡിഫറൻസ് കാണും. അപ്പോൾ അത് ട്വിസ്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അവിടെ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. കാരണം ട്വിസ്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ എഫക്റ്റ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ, അൺവാണ്ടഡ് സിഗ്നൽസിൻ്റെ എഫക്റ്റ് സെയിം ആയിരിക്കും. അപ്പോൾ അവിടെ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ട്വിസ്റ്റിംഗ് കൊണ്ട് സാധിക്കും. അതായത് ദിസ് മീൻസ് ദാറ്റ് റിസീവർ വിച്ച് കാൽക്കുലേറ്റ്സ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു റിസീവ്സ് നോ അൺവാണ്ടഡ് സിഗ്നൽസ്. ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുമ്പോൾ അതെന്താണ്, ഡിഫറൻസ് എടുക്കുമ്പോൾ അവിടെ അൺവാണ്ടഡ് സിഗ്നൽസ്, അതായത് നോയ്സ് ഒന്നും ഇല്ലാതെയാണ് റിസീവറിന് കിട്ടുക. ഡിഫറൻസ് എടുത്താലും അങ്ങനെ പെയർ ചെയ്ത് വെക്കുന്നത് കൊണ്ട് അൺവാണ്ടഡ് സിഗ്നൽസ് കയറിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ബാലൻസ് ചെയ്ത് പൊക്കോളും. അതായത് അൺവാണ്ടഡ് സിഗ്നൽസ് ഒന്നും ഇല്ലാതെ ഒറിജിനൽ സിഗ്നൽ തന്നെ റിസീവറിലേക്ക് കിട്ടും. അൺവാണ്ടഡ് സിഗ്നൽസ് എന്തായി പോകും, അവിടെ ക്യാൻസലായി പോകും. ട്വിസ്റ്റ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് അൺവാണ്ടഡ് സിഗ്നൽസ് ക്യാൻസലായി പോകും. അപ്പോൾ ഈ ട്വിസ്റ്റിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കേബിളിൻ്റെ ക്വാളിറ്റിയും കൂടും. ഓക്കെ, ഇനി മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ട്വിസ്റ്റഡ് പെയർ കേബിളാണ് അൺഷീൽഡ് ട്വിസ്റ്റഡ് പെയറും ഷീൽഡ് ട്വിസ്റ്റഡ് പെയറും. അൺഷീൽഡ് ട്വിസ്റ്റഡ് പെയറാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യാറ്. അതിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഷീൽഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ. അതിൽ ഒരു മെറ്റാലിക് ഫോയിൽ അല്ലെങ്കിൽ മെറ്റൽ ഫോയിൽ കവറിങ് ഉണ്ടായിരിക്കും. ഒരു ഇൻസുലേറ്റഡ് കണ്ടക്ടറിൻ്റെ പുറമേ ആയിട്ട് ഒരു മെറ്റൽ ഫോയിൽ ഉണ്ടായിരിക്കും. ഇതുപോലെ അതിൽ UTP ഉണ്ട്, STP ഉണ്ട്. STP നോക്കൂ, ഉള്ളിലൊരു കണ്ടക്ടർ, അതിനെ കവർ ചെയ്തുകൊണ്ട് എന്തുണ്ട്, ഒരു മെറ്റൽ ഷീൽഡ്, മെറ്റൽ ഫോയിൽ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ട്വിസ്റ്റഡ് പെയർ കേബിൾ തന്നെ അതിന് പുറമേ എന്ത് വരികയാണ്, ഒരു മെറ്റൽ ഷീൽഡ് വരികയാണ്. എന്നാൽ UTP എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മെറ്റൽ ഫോയിൽ വരില്ല. ഓക്കെ, അതാണ് അതിൻ്റെ രണ്ടിൻ്റെയും കൂടെയുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മെറ്റൽ ഷീൽഡ് വെക്കുന്നത് കൊണ്ട് കേബിളിൻ്റെ ക്വാളിറ്റി എന്ത് ചെയ്യും, കൂടാനുള്ള ചാൻസാണ് ഉള്ളത്. അതുപോലെ അങ്ങനെ ഒരു ഷീൽഡിങ് വെക്കുമ്പോൾ അല്ലെങ്കിൽ മെറ്റൽ ഫോയിൽ വെക്കുമ്പോൾ നോയ്സും ക്രോസ് സ്റ്റോക്കൊക്കെ അതിനകത്തേക്ക്, അതായത് കേബിളിനകത്തേക്ക് പെനിട്രേറ്റ് ചെയ്ത് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷെ അത് കൂടുതൽ ബൾക്കിയറുമാണ്, കൂടുതൽ എക്സ്പെൻസീവുമാണ്. ഇത് നെക്സ്റ്റ് വരുന്നതാണ് കൊയാക്സിയൽ കേബിൾ. കൊയാക്സിയൽ കേബിൾ എന്ന് പറയുമ്പോൾ കൊയാക്സിയൽ കേബിൾ സിഗ്നൽ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അത് എങ്ങനത്തെ സിഗ്നലാണ്, ഹൈ ഫ്രീക്വൻസി റേഞ്ചിൽ വരുന്ന സിഗ്നൽസ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊയാക്സിയൽ കേബിൾ യൂസ് ചെയ്യുക. അതായത് ട്വിസ്റ്റഡ് പെയർ കേബിളിൽ ക്യാരി ചെയ്യുന്നതിനേക്കാളും ഫ്രീക്വൻസി റേഞ്ച് കൂടുതലുള്ള സിഗ്നൽസാണ് കൊയാക്സിയൽ കേബിളിലൂടെ പാസ് ചെയ്യുന്നത്. ദെൻ ഇൻസ്റ്റെഡ് ഓഫ് ഹാവിങ് 2 വയേഴ്സ്, കൊയാക്സിന് ഒരു സെൻട്രൽ കോർ കണ്ടക്ടറാണ് ഉള്ളത്. മറ്റേതിലെ പോലെ 2 വയേഴ്സ് അല്ല ഉള്ളത്, ഒരു സെൻട്രൽ കോർ കണ്ടക്ടറാണ് ഉള്ളത്. യൂഷ്വലി അത് കോപ്പറാണ് ആവാറ്. അപ്പോൾ ഒരു സെൻട്രൽ കോർ കണ്ടക്ടർ ഉണ്ടായിരിക്കും. അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ഇൻസുലേറ്റിംഗ് ഷീറ്റ് ഉണ്ടായിരിക്കും. അതിനെ വീണ്ടും മെറ്റൽ ഫോയിൽ വെച്ച് കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഫിഗറിൽ നോക്കൂ, ഒരു ഇന്നർ കണ്ടക്ടർ, അതിൻ്റെ പുറമെ ഒരു ഇൻസുലേറ്റിംഗ് ഷീറ്റ്, ഇൻസുലേറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസുലേറ്റർ എന്ന്. അപ്പോൾ കണ്ടക്ടറിനെ കവർ ചെയ്ത് ഇൻസുലേറ്റർ ഉണ്ട്, ഇൻസുലേറ്ററിനെ കവർ ചെയ്തിട്ട് ഒരു ഔട്ടർ കണ്ടക്ടർ ഷീൽഡ്, ഔട്ടർ കണ്ടക്ടർ അതാണ്. അത് എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്, മെറ്റൽ ഫോയിൽ കൊണ്ടുള്ള ഔട്ടർ കണ്ടക്ടറാണത്. ഓക്കെ, ദെൻ അതിനെ കവർ ചെയ്ത് വീണ്ടും ഒരു ഇൻസുലേറ്റർ, വീണ്ടും ഒരു കവറിങ് കൂടെ വരുന്നു, പ്ലാസ്റ്റിക് കവർ കൊണ്ടുള്ള. അങ്ങനെയാണ് കൊയാക്സിയൽ കേബിൾ വരുന്നത്. അതിൽ ഔട്ടർ മെറ്റാലിക് റാപ്പിംഗ് ഒരു ഷീൽഡായിട്ടും ആക്ട് ചെയ്യും, അതുപോലെ തന്നെ കണ്ടക്ടറായിട്ടും ആക്ട് ചെയ്യും. ഷീൽഡായിട്ട് ആക്ട് ചെയ്യുന്ന മെറ്റാലിക് റാപ്പിംഗ് എന്താണ്, നോയ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. കൂടാതെ അത് സെക്കൻഡ് കണ്ടക്ടറായിട്ടും വർക്ക് ചെയ്യും. ഔട്ടർ കണ്ടക്ടറിനെ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഇൻസുലേറ്റിംഗ് ഷീറ്റ് വെച്ച് വീണ്ടും കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷനാണ് പറഞ്ഞത്, വീണ്ടും ഒരു ഇൻസുലേറ്റിംഗ് ഷീറ്റ് വെച്ച് കവർ ചെയ്യും.
ഹോൾ കേബിളിനെ വീണ്ടും ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്യും. അത്രയും ചെയ്യുമ്പോഴാണ് കോയാക്സിയൽ കേബിൾ കംപ്ലീറ്റ് ആവുന്നത്. ഇനി കോയാക്സിയൽ കേബിളിനെ വേറെ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോയാക്സിയൽ കണക്ടേഴ്സ് യൂസ് ചെയ്യും. മോസ്റ്റ് കോമൺ ടൈപ്പ് കണക്ടറാണ് ബേ1 നീൽ കൺസൽമെൻ കണക്ടർ എന്ന് പറയുന്നത്. അതിൻ്റെ ഫിഗറാണത്. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്. BNCT കണക്ടർ, BNC കണക്ടർ, BNE ടെർമിനേറ്റർ ഒക്കെ. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ആഡ് ചെയ്തേ ഉള്ളൂ. അത്രയാണ് കോയാക്സിയൽ കേബിളിൽ വരുന്ന കണക്ടേഴ്സ്. നെക്സ്റ്റ് ഫൈബർ ഒപ്റ്റിക് കേബിൾ. ഫൈബർ ഒപ്റ്റിക് കേബിൾ ഗ്ലാസ് കൊണ്ട് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കാറ്. അത് ലൈറ്റിൻ്റെ ഫോമിലാണ് സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യുക. മുമ്പ് നമ്മൾ പഠിച്ച രണ്ടെണ്ണം എങ്ങനെയാണ് ഇലക്ട്രിക് കറൻറ്റിൻ്റെ ഫോമിലാണ് സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്തിരുന്നത്. ഇതിൽ ലൈറ്റിൻ്റെ ഫോമിലാണ് ഫൈബർ ഒപ്റ്റിക് കേബിളിൽ സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റ് ട്രാവൽ ചെയ്യുക എങ്ങനെയാണ്? ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെയാണ് അല്ലേ. അപ്പോൾ ഒരു സബ്സ്റ്റൻസിലൂടെ ലൈറ്റ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെ ഒരു ലൈറ്റ് റേ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് മറ്റൊരു സബ്സ്റ്റൻസിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ ആ ഒരു ലൈറ്റ് റേൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. വേറൊരു സബ്സ്റ്റൻസിലേക്ക് എൻ്റർ ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ഒരു ചെറിയ ഡെൻസിറ്റിയുള്ള സബ്സ്റ്റൻസിൽ നിന്ന് കുറച്ച് കൂടുതൽ ഡെൻസിറ്റിയുള്ള സബ്സ്റ്റൻസിലേക്ക് ഡെൻസിറ്റി ചേഞ്ച് ചെയ്യുമ്പോഴാണ് ആ റേൻ്റെ ഡയറക്ഷൻ മാറുക, ലൈറ്റ് റേൻ്റെ ഡയറക്ഷൻ മാറുക. ഈ ഒരു ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഐ ലെസ് ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആണെങ്കിൽ റേ എന്ത് ചെയ്യും? റിഫ്രാക്റ്റ് ചെയ്ത് പോകും. അതായത് സർഫസിനോട് കൂടുതൽ ക്ലോസറായിട്ട് റിഫ്രാക്റ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അതാണ് ആദ്യത്തേതിൽ. അതായത് മോർ ഡെൻസ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ലെസ് ഡെൻസിലേക്ക് പോകുമ്പോൾ ആ ആരോ കണ്ടോ? ലെസ് ഡെൻസിലേക്ക്, മുകൾ ഭാഗം നോക്കൂ, ലെസ് ഡെൻസിലേക്കാണ് അത് പാസ് ചെയ്യുന്നത്. അങ്ങോട്ട് പാസ് ചെയ്യുമ്പോൾ അതെന്താവും? റേ റിഫ്രാക്റ്റ് ചെയ്ത് പോകും. അത് ഏത് കേസിലാണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ലെസ് ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആവുമ്പോൾ റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. അതുപോലെ ഐ ഈക്വൽ ടു ക്രിട്ടിക്കൽ ആംഗിൾ ആവുന്ന കേസിൽ, അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിന് ഈക്വൽ ആവുന്ന കേസിൽ, ആ സമയത്ത് എന്ത് ചെയ്യുന്നു? എലോങ് ദ ഇൻ്റർഫേസ് ലൈറ്റ് ബെൻഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് ഈക്വൽ ആണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്നുണ്ടെങ്കിൽ ഇൻ്റർഫേസിന് എലോങ് ആയിട്ട് ലൈറ്റ് ബെൻഡ് ചെയ്ത് പോവും. അതുപോലെ മൂന്നാമത്തെ കേസ് എന്താണ്? ആംഗിൾ ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആണെങ്കിൽ റേ എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യും. അതായത് റേ ഒരു ടേൺ എടുക്കുകയാണ് ചെയ്യുക. അതായത് മോർ ഡെൻസിൽ നിന്ന് മോർ ഡെൻസിലേക്ക് തന്നെ വീണ്ടും ടേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ 3 കേസാണ് വരുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷനാണത്. ഇതിൽ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അത് ഒരു സബ്സ്റ്റൻസിൽ നിന്ന് മറ്റൊന്നിലേക്ക് അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? ക്രിട്ടിക്കൽ ആംഗിളിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യാം, ഡിഫറൻസ് ഉണ്ടായിരിക്കും.